സർഗോത്സവം അഥവാ കുട്ടികൾക്കുള്ള ശില്പശാലയാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. 420 പേർ കുട്ടികൾ പങ്കെടുത്തു. കൂടാതെ നമ്മുടെ 7 ശില്പശാലയിലാണ് സർഗോത്സവം നടത്തുന്നത്. നമ്മൾ ഇങ്ങനെ പിന്തുടരും. നമ്മളല്ലാതെ മറ്റൊരാളുടെ പൂർണ്ണമായും അനുകരിക്കുന്നതാണ് അഭിനയം എന്ന് പറയുന്നത്. LP ലെവലുള്ള സർഗോത്സവം നമ്മൾ പിന്നീട് നടത്തുന്നതാണ്. കുട്ടികളിലുള്ള സർഗവാസനകളെ വികസിപ്പിക്കുകയും ഇത്തരത്തിൽ കുട്ടികളിൽ ഉണ്ടാവുന്ന ഈ മാറ്റങ്ങൾ അത് ആ ക്ലാസ് മുറികളിലേക്കും അതിലൂടെ കുട്ടികളെ ആകെയും മാറ്റിയെടുക്കാൻ വേണ്ടി കഴിയും. കണ്ണൂർ നോർത്ത് വിദ്യാരംഗം കലാവേദിയുടെ നേതൃത്വത്തിലുള്ള സർഗോത്സവം അഥവാ കുട്ടികൾക്കുള്ള ശില്പശാലയാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ കുട്ടികളുടെ കഴിവ് വികസിപ്പിക്കാനും അവരുടെ സർഗവാസനകളെ പരിപോഷിപ്പിക്കാനും അവർക്ക് ആ മേഖലയിൽ ഒരു മാർഗദർശനം നൽകാനും ദിശാബോധം നൽകാനും ലക്ഷ്യമിട്ടുകൊണ്ട് എല്ലാ വർഷവും സംഘടിപ്പിക്കുന്ന ഒരു കലോത്സവം കൂടിയാണ് ഇത് എന്ന് അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. കണ്ണൂർ ജില്ലയിലെ നല്ല പ്രഗത്ഭരായ ഉപജില്ലാ മേഖലയിലെ നല്ല പ്രഗത്ഭരായ കുട്ടികളെ കണ്ടെത്തി അവർക്ക് ഒരു ദിവസത്തെ ശില്പശാലയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ 420 പേർ കുട്ടികൾ പങ്കെടുത്തു. കൂടാതെ നമ്മുടെ 7 ശില്പശാലയിലാണ് സർഗോത്സവം നടത്തുന്നത്. കഥാരചന, കവിതാരചന, പുസ്തകാസ്വാദനം, കാവ്യലാപനം, അഭിനയം, നാടൻപാട്ട്. അപ്പൊ ഒരു നടൻ എന്താ വേണ്ടത്? ആദ്യം ആ സ്ക്രിപ്റ്റ് ഞാൻ ആരാണ് എന്ന് മനസ്സിലാക്കണം. എന്നിട്ട് ആ കഥാപാത്രമായിട്ട് ജീവിക്കണം. പിന്നെ ആ കഥാപാത്രം കഴിഞ്ഞാലും ആ നാടകം കഴിഞ്ഞാലും ആ സിനിമ കഴിഞ്ഞാലും ആ കഥാപാത്രം കുറെ കാലത്തേക്ക് നമ്മൾ ഹോണ്ട് ചെയ്യും. നമ്മൾ ഇങ്ങനെ പിന്തുടരും. എൻ്റെ സ്കൂൾ GHSS മുണ്ടേരി. എൻ്റെ പേര് സിൻഡ്രല്ല. അഭിനയം എന്ന് പറയുമ്പോൾ നമ്മളല്ലാതെ മറ്റൊരാളുടെ പൂർണ്ണമായും അനുകരിക്കുന്നതാണ് അഭിനയം എന്ന് പറയുന്നത്. നമ്മുടെ ശൈലിയോ നമ്മുടെ ബോഡി ലാംഗ്വേജോ ഒന്നും നമ്മൾ പൂർണ്ണമായും മാറ്റിവെച്ച് മറ്റൊരു കാര്യത്തെയോ മറ്റൊരാളുകളെയോ അനുകരിക്കുന്നതാണ് അഭിനയം. നമ്മുടെ 35 UP സ്കൂളുകളിൽ നിന്നും 14 ഹൈസ്കൂളുകളിൽ നിന്നുമുള്ള കുട്ടികളാണ് ഈ സർഗോത്സവം പരിപാടിയിലേക്ക് ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. LP ലെവലുള്ള സർഗോത്സവം നമ്മൾ പിന്നീട് നടത്തുന്നതാണ്. നമുക്ക് ഇന്ന് നടത്തുന്നത് UP ഹൈസ്കൂൾ വിഭാഗങ്ങളിലുള്ള കുട്ടികളെ വെച്ചുള്ള സർഗോത്സവമാണ്. നമ്മൾ ഇവിടെ 7 മേഖലകളിലായി വിവിധ സ്കൂളുകളിൽ നിന്ന് ഓരോ കുട്ടി വീതം 7 മേഖലകളിലായി ഇന്നിവിടെ എത്തിപ്പെട്ടിട്ടുണ്ട്. ആ കുട്ടികളെ ഒക്കെ കൂടി 7 വിദഗ്ധര്, ജഡ്ജ് എന്ന് നമ്മൾ പറയുന്നില്ല, 7 വിദഗ്ധര് അവർ ശില്പശാലയായാണ് നടത്തപ്പെടുന്നത്. അതിന് നേതൃത്വം കൊടുക്കുന്നത് ആ നേതൃത്വം കൊടുക്കുന്നവർ ഈ കുട്ടികളിൽ നിന്ന് 2 കുട്ടികളെ വീതം സെലക്ട് ചെയ്ത് അവരെ ജില്ലയിലേക്ക് അയക്കും. ജില്ലയിൽ നിന്നും ഇതേ രീതിയിൽ ഒരു സെലക്ഷൻ പ്രക്രിയയാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും കൂടെ നൽകിക്കൊണ്ട് മുഴുവൻ കുട്ടികളെയും ഇതിലേക്ക് ഉൾപ്പെടുത്തുന്ന വിധത്തിലാണ് ശില്പശാലകൾ സംഘടിപ്പിക്കുന്നത്. പ്രതിഭകൾ സംഗമിക്കുന്ന ഒരു മേളയാണ് സർഗോത്സവം എന്നുള്ളത്. കേവലം മത്സരങ്ങൾക്ക് ഉപരിയായിട്ട് കുട്ടികളിലുള്ള സർഗവാസനകളെ വികസിപ്പിക്കുകയും അതനുസരിച്ച് ശില്പശാലകളിലൂടെ അവരുടെ രചനയിലും അതാത് മേഖലകളിലുള്ള കഴിവുകൾ വികസിപ്പിക്കാനുള്ളൊരു സമഗ്ര പരിപാടിയാണ്, പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ സമഗ്ര പരിപാടിയാണ് വിദ്യാരംഗം കലാസാഹിത്യ വേദി നടത്തുന്ന സർഗോത്സവം. അപ്പം നമ്മുടെ വിദ്യാലയത്തിൽ ഏറെ സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ ഏറ്റെടുത്തത്. കാരണം ഇത് തന്നെയാണ്, കേവലം മത്സരങ്ങൾക്കപ്പുറം കുട്ടികൾക്ക് വളരാനും ഉയരാനുമുള്ള ഒട്ടേറെ മാർഗങ്ങൾ തരുന്ന ഒരു ശില്പശാലയാണിത്. നമ്മളെ പൊതുവിദ്യാലയങ്ങളിൽ മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉള്ളിലുള്ള സർഗവാസനകൾ വളർത്തുന്നതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ കുട്ടികളിൽ ഉണ്ടാവുന്ന ഈ മാറ്റങ്ങൾ അത് ആ ക്ലാസ് മുറികളിലേക്കും അതിലൂടെ കുട്ടികളെ ആകെയും മാറ്റിയെടുക്കാൻ വേണ്ടി കഴിയും. വിദ്യാഭ്യാസത്തിൻ്റെ പരമമായ ലക്ഷ്യം ഒരു കുട്ടിയെ ഒരു മനുഷ്യനാക്കി മാറ്റുക എന്നുള്ളതാണ്. അതിനു വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി ഉൾച്ചേർക്കുക എന്നതാണ് ഇത്തരത്തിലുള്ള എല്ലാ മത്സരങ്ങളും കൊണ്ടും പൊതുവിദ്യാഭ്യാസ വകുപ്പ് അർത്ഥമാക്കുന്നത്. ആ രീതിയിൽ പരിശോധിക്കുമ്പോൾ
ഏറ്റവും മികച്ച അവസരം കുട്ടികൾക്ക് അതിനായി ലഭിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. ഉറക്കെ താനേ താനാനേ താനാനേ തനേ താനേ താനാനേ താനാനേ